പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന് വേണ്ടി തന്ന ഒരു വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയാം. കഴിഞ്ഞ കാര്യങ്ങൾ തീഷ്ണതയോടെ പറഞ്ഞേ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഞാൻ ഒഴുക്കും. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കരങ്ങൾ താഴ്ത്തി വെക്കാം. ഈശോ പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഈ മണിക്കൂറിൽ ആന്തരിക സൗഖ്യത്തിനായി ഒരു ഔഷധക്കൂട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ആന്തരിക സൗഖ്യത്തിനുള്ള ഔഷധക്കൂട്ടുകൾ? നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുറിവേൽക്കും. നമുക്ക് മുറിവേൽപ്പിക്കാനേ പറ്റുള്ളൂ. നമ്മൾ മുറിവേൽക്കും, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. എന്നാൽ ഏതൊരു മുറിവ് മുണക്കുവാനുള്ള ഔഷധക്കുപ്പിയുള്ളത് ദൈവത്തിൻ്റെ കൈവശം മാത്രമാണ്. മരുന്നിനും മനഃശാസ്ത്രത്തിനും ഒരു പരിധിവരെ നമ്മുടെ രോഗങ്ങളൊക്കെ, ശാരീരിക രോഗങ്ങളെ, മാനസിക അസ്വസ്ഥതകളെയൊക്കെ സുഖപ്പെടുത്താനായിട്ട് ഒരു പരിധിവരെ സാധിക്കും. പ്ലാസ്റ്റിട്ടും തുന്നിക്കെട്ടിയൊക്കെ നമ്മൾ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്താറുണ്ട്. എന്നാൽ ആന്തരിക മുറിവ് അത് സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഈശോയുടെ കൈവശം മാത്രമേ ഉള്ളൂ. ഇതാ, ജീസസ് ഈസ് ദ സുപ്രീം ഹീലർ. ജീസസ് ഈസ് ദ സുപ്രീം ഹീലർ. നാം ഒന്നാമതായി കടക്കേണ്ട ഒരു വാതിലാണ് എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട് എന്ന ഒരു ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം. നമുക്ക് എന്ത് വേണം? സൗഖ്യം വേണം. എന്താണ് ആന്തരിക മുറിവുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാലേ, എനിക്കുമുണ്ട് ആന്തരിക മുറിവ്, നിങ്ങൾക്കുമുണ്ട്. എന്താണ് ആന്തരിക മുറിവിൻ്റെ പ്രത്യേകത? ആന്തരിക മുറിവുള്ളവർ എപ്പോഴും തന്നെ ഒരു നിരാശ ബാധിച്ചവരെ പോലെ നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് വാക്കുകൾ, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്ത, നിഷേധാത്മക വികാരങ്ങൾ, എപ്പോഴും ദേഷ്യ പ്രകൃതം, ഇന്നും ഉണങ്ങാത്ത ചില മുറിവുകളെ സൂക്ഷിച്ചുകൊണ്ട് ഇന്നും മറക്കാനും പൊറുക്കാനും ആവാത്ത വിധം ചില അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ കാണും. പ്രിയപ്പെട്ടവരെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഈ കൺവെൻഷനിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 2 കൊച്ചു കുട്ടികൾ ഇവിടെ വന്ന് നിന്നാൽ 5 മിനിറ്റ് നേരത്തേക്ക് അവരോട് വന്ന് നിൽക്കും. അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ ആ പേപ്പർ പിച്ച് കീറാൻ തുടങ്ങും. അതുപയോഗിച്ച് വള്ളമായും ആരോമാർക്കൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇങ്ങോട്ടേക്ക് എറിയാനൊക്കെ ആയിട്ട് അവർ തുടങ്ങും. കുട്ടികളുടെ പ്രത്യേകതയാണ് ചലിക്കുക. ജീവനുള്ള എന്തിൻ്റെയും പ്രത്യേകതയാണ് ചലിക്കുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കർത്താവിൻ്റെ കൈവശം ഒരു കുപ്പിയുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം അധ്യായം 8-ാം വചനം പറയുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും, കർത്താവെ, ഒരു ചെറിയ കുപ്പിയിൽ എങ്ങനെയാണ് കണ്ണുനീർ കണങ്ങൾ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇത്രയും കണ്ണീരാ നിങ്ങൾക്കുള്ളോ? കർത്താവിൻ്റെ കുപ്പിയിൽ കൊള്ളാൻ മാത്രം കണ്ണുനീരേ ഉള്ളോ? ഒരു ദിവസം ഞാനിങ്ങനെ ഇടവകയിൽ ഒരു ഇടവക ധ്യാനം നടത്തി. അപ്പോൾ ഞാൻ ആ സഹോദരങ്ങളോട് ഇടവക ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും കണ്ണീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ അലച്ചിലുകൾ കർത്താവ് എണ്ണി കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവന്റെ ഗ്രന്ഥത്തിലുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങൾക്കുള്ള ഉത്തരം ദൈവവചനത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരപ്പച്ചൻ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. സിസ്റ്റർ, ഇങ്ങനെ അൾത്താരയിൽ നിന്ന് പൊട്ടത്തരം പറയാൻ പാടില്ല. സിസ്റ്റർ, ഇതുപോലെ പറഞ്ഞാൽ കുടുംബജീവിതക്കാരായി ഞങ്ങൾ വിഷമിക്കും. സിസ്റ്റർമാരെ, നിങ്ങളുടെയും വൈദികരുടെയൊക്കെ കണ്ണുനീര് ചിലപ്പോൾ കുപ്പിയിൽ കൊണ്ടുവന്നിരിക്കും. എന്നാൽ കുടുംബജീവിതക്കാരുടെ കണ്ണുനീര് അങ്ങനെയല്ല. ഒന്ന് തീരുന്നതിന് മുൻപ് തന്നെ മറ്റൊന്ന് കടന്നു വന്ന് ധാരധാരയായി കണ്ണീരൊഴുക്കുമ്പോൾ എങ്ങനെയാണത് കുപ്പിയിൽ കൊള്ളുക? ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, കർത്താവിൻ്റെ കുപ്പി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ മരുന്നൊഴിക്കുന്ന കുപ്പി പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വീണ്ടും എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇനി പ്രസംഗിക്കുമ്പോൾ സിസ്റ്റർ പറയണം, കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ വലിയൊരു കന്നാസിൽ, അതിൽ നിന്നും വലിയൊരു വീപ്പയിലാണ് കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് സിസ്റ്റർ ഇനി പ്രസംഗിക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ ബ്ലഡ് ഒന്ന് പരിശോധിക്കണമെങ്കിൽ 6 ലിറ്റർ ബ്ലഡ് മുഴുവൻ കുത്തിയെടുക്കണോ?
ആവശ്യമുണ്ടോ? നമ്മളെ ബ്ലഡ് ഒന്ന് പരിശോധിക്കണമെങ്കിൽ നേഴ്സ് എന്ത് ചെയ്യും? ഒരു സിറിഞ്ചിൻ്റെ അകത്ത് ഏതാനും ഡ്രോപ്സ് ബ്ലഡ് മാത്രമേ എടുക്കത്തുള്ളൂ അല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുനീരിൻ്റെ ആഴം എന്തുമാത്രമാണെന്ന് കർത്താവിന് അറിയണമെങ്കിൽ, കർത്താവിനെ സൂക്ഷിക്കണമെങ്കിൽ ഒരു ഡ്രോപ്പൊക്കെ മതിയെന്ന്. അതാണ് കർത്താവ് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ കർത്താവ് എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കരങ്ങൾ താഴ്ത്തി വെക്കാം. നമുക്കറിയാം, നമ്മളെല്ലാവരും സൗഖ്യം തേടിയാണ് ഈ ദിവസം പ്രത്യേകമായിട്ട് കടന്നു വന്നേക്കുന്നത്. ഈ അൾത്താരിയിലേക്കൊന്ന് നോക്കുക, ക്രൂശിതനായ കർത്താവിലേക്കൊന്ന് നോക്കുക, ആ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്കുക. ഈശോയുടെ മുറിവും നമ്മുടെ മുറിവും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മുടെ മുറിവ് ഇന്നും ചീഞ്ഞ് ഇന്നും ദുർഗന്ധം വമിക്കുന്ന മുറിവുകളായിരിക്കാം. പഴയ കാലത്ത് കെട്ടിക്കൊണ്ട് വന്ന ആ മാസങ്ങളിൽ നമ്മുടെ നാത്തൂൻ പറഞ്ഞ ഒരു വാക്ക് ഇന്ന് 20 വർഷം 25 വർഷം 40 വർഷം പിന്നിട്ടിട്ടും ആ ഒരു വാക്കുകൊണ്ട് അവളോട് മിണ്ടാൻ പോലും സാധിക്കാത്ത വിധം നമ്മൾ മുറിവേറ്റിട്ടുണ്ടാകാം. അമ്മായി അമ്മ നമുക്ക് തരാതിരുന്ന ഒരു നേത്രപ്പഴത്തിൻ്റെ കണക്ക് ഇന്നും നമ്മുടെ ഉള്ളിൽ കൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ കുരിശിലേക്കൊന്ന് നോക്കുക. എന്താണ് നമ്മുടെ മുറിവും ഈശോയുടെ മുറിവും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ മുറിവ് ഇന്നും ദുർഗന്ധം വമിക്കുമ്പോൾ ഈശോയുടെ മുറിവുകളിലെ സുഗന്ധമാണുള്ളത്. അവൻ്റെ മുറിവ് ഇന്നും ഒരുപക്ഷെ വേണമെങ്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയൊക്കെ നടത്തി ആ മുറിവുകളൊക്കെ തുന്നിക്കെട്ടി സുഖപ്പെടുത്താമായിരുന്നു. എന്നാൽ ഇന്നും ഈ അൾത്താരിൽ രക്തം വമിക്കുന്ന, ചങ്കിലെ ചോര ഇറ്റിറ്റ് വീഴുന്ന, കാൽക്കരങ്ങളിൽ നിന്നും പൊട്ടി ഒഴുകുന്ന, ഈ മുൾമുടിയിൽ നിന്നും ഉതിർന്നു വീഴുന്ന ചോരയുടെ കണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ചോര കിനിയുന്ന മുറിവുകൾ ഇന്നും കർത്താവിനുള്ളത്? അൾത്താരിയിൽ ഇന്നും മുറിക്കപ്പെട്ട കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ മുറിവുകൾ ഇന്നും തുറന്നു വച്ചിരിക്കുകയാണ്. ആ തിരുമുറിവുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിക്ഷേപാലയം എന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കുറ്റിയും കൊളുത്തും സാക്ഷിയും ഓടാമ്പലും താമ്ര കഥകളൊക്കെ മാറ്റി ഇതാ എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഈശോയുടെ തിരുമുറിവ് എന്ന വിദ്യാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മുറിവിനുള്ള സൗഖ്യ ലേപന ഔഷധം കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലല്ലോ. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വചനം പറയുന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഈശോ ഈ ലോകത്തിൽ ജനിച്ചത് തന്നെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് നോക്കുക. നമുക്കറിയാം, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവിൻ്റെ തിരുശരീരത്തിലെ മുറിവുകളുടെ എണ്ണമൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം, നമുക്കൊക്കെ ഭയങ്കര മടിയാണല്ലേ, എനിക്ക് ആന്തരിക മുറിവുണ്ടെന്ന് പറയാൻ, എനിക്ക് അപകർഷതാ ബോധം ഉണ്ടെന്ന് പറയാനൊക്കെ നമുക്ക് മടിയാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കണം, എനിക്കൊരു രക്ഷകനുണ്ട്, അതുകൊണ്ട് എൻ്റെ മുറിവിന് തക്കതായിട്ടുള്ള സൗഖ്യം തരാൻ എനിക്കൊരു രക്ഷകനുണ്ട് എന്നൊരു വലിയ ബോധ്യം വരണം. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കരങ്ങൾ താഴ്ത്തി വെച്ചേ. എന്താണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മളോട്? കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. നിങ്ങൾ ഈ ലോകത്തിൽ എവിടെയെല്ലാം ഓടി നടന്നാലും നമ്മുടെ ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം പകരാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ഔഷധ കുപ്പികൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഏതൊരു ആന്തരിക മുറിവുകൾക്കുമുള്ള ഔഷധം കർത്താവിൻ്റെ കൈവശമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാം, താലന്തിൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞു, ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് എത്ര താലന്താണ് കൊടുത്തത്? 1 താലന്ത്. 5 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? 5 കൂടി സമ്പാദിച്ചാൽ 2 താലന്ത് കിട്ടിയവൻ അത് സമ്പാദിച്ചു. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ എന്താ പറഞ്ഞത്? അവൻ എന്താ പറഞ്ഞത്? യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ അറിവുകളൊക്കെ തെറ്റായ അറിവുകളാണല്ലേ. ശരിയായ അറിവ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സ്വർഗീയ ജ്ഞാനത്തിൽ നിന്നാണ്. കർത്താവേ, അവൻ പറഞ്ഞു, നീ യജമാനനെ, അങ്ങ് വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ പലപ്പോഴും അറിവ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പെരുമാറത്തുള്ളൂ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എനിക്ക് മുറിവേറ്റത് കൊണ്ട് ഞാൻ ഇപ്പോഴും കലി കയറി ഞാനിങ്ങനെ നടക്കുകയാണ്. ഈ കലി കയറുന്ന ഈ ഒരു അവസ്ഥ, ഈ ക്ഷിപ്രകോപം ആർക്കും
ഈ ലോകത്തിൽ എന്നിൽ നിന്ന് തുടച്ചു മാറ്റാനാവില്ല എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ ഹൃദയത്തിലും നിന്റെ അധരത്തിലും അതുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിക്കുമുള്ള ഔഷധം എന്ന് പറയുന്നത് ദൈവ വചനമാണ്. ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഏത് പ്രതികൂലങ്ങൾക്കുമുള്ള ഔഷധം കണ്ടെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ കുടുംബജീവിതം, ഞാനൊരു വിവാഹം കഴിച്ചാൽ അതൊരു പരാജയത്തിലേ അവസാനിക്കുകയുള്ളൂ. എനിക്ക് വിവാഹം കഴിക്കണമെന്നില്ല, കാരണം ഞാൻ വളരെ കടുത്ത ഒരു പ്രേമ നൈരാശ്യത്തിൽ പെട്ടുപോയി. ഞാൻ കുറച്ച് നാൾ ഗുളികയൊക്കെ കഴിച്ചു, അതുകൊണ്ട് എനിക്ക് പിൽസൊക്കെ എടുത്തത് കൊണ്ട് എനിക്കിനി ഒരു കുടുംബ ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എൻ്റെ അപ്പനും അമ്മയ്ക്കുമുള്ള ഏക മകനാണ് ഞാൻ. എനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല സിസ്റ്റർ, ഇനി ഒരു ബന്ധത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ കുടുംബജീവിതം, ഞാനൊരു കുടുംബജീവിതത്തിൽ ഞാൻ ഏർപ്പെട്ടാൽ അത് ഭയങ്കര പരാജയമായിരിക്കും. ഇവനോട് ആരാ ഇത് പറഞ്ഞത്? ലോകത്തിൻ്റെ വർത്തമാനങ്ങളും സ്വരങ്ങളും കേട്ട് മീഡിയയിലൂടെയും മറ്റ് പലരുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്നും അവൻ പഠിച്ചു വെച്ചു. തൻ്റെ ഒരു പ്രേമ നൈരാശ്യത്തിലൂടെ അവൻ പഠിച്ചു, ഇനി താൻ ഒരു കുടുംബജീവിതം നയിച്ചാൽ അത് പരാജയമായിരിക്കും. അതുകൊണ്ട് ഇനി താൻ ഒരു വിവാഹം കഴിക്കാനായിട്ട് താൻ ഒരിക്കലും ഉദ്യമിക്കുകയില്ല എന്നവൻ തീരുമാനമെടുത്ത് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ മകന് വേണ്ടി ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം നീ ഒരു ആന്തരിക സംഘടനത്തിലാണ്. ഇപ്പോൾ എല്ലാവരും മാതാപിതാക്കന്മാരും സമൂഹവും നിന്നെ നിർബന്ധിക്കുന്നു, 32 വയസ്സ് കഴിഞ്ഞ് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുക? അവൻ പറഞ്ഞു, സിസ്റ്റർ, എനിക്കിനി അത് സാധിക്കില്ല, എനിക്ക് ആ കാര്യം ഒഴികെ മറ്റെന്ത് കാര്യം എന്നോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, മോനെ, ദൈവവചനത്തിലൂടെ കർത്താവിന് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമ്മുടെ അറിവുകൾ പരിമിതമാണ്. നമ്മുടെ അറിവിനെ എല്ലാം അതിശയിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മൾ കടന്നു വരണം. അവന് വേണ്ടി പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ കർത്താവ് തന്ന വചനം ഇതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാം വചനം. കർത്താവിൻ്റെ വചനം പറയുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:25, ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. നമുക്ക് ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഒരു ആത്മീയ മരണത്തിലേക്ക് ചിലപ്പോൾ നയിക്കുന്നതാകും. ഒരു തീരുമാനം അവളെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാം. നമുക്ക് ശരിയെന്ന് തോന്നുവാണ് അവളെ അങ്ങ് ബ്ലോക്ക്, ദൈവാലോചന ചോദിക്കാതെ, ദൈവത്തോട് ആരായാതെ, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടാൽ ആ വഴി ഒരുപക്ഷെ നമ്മളെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഇന്ന് പലപ്പോഴും പെടുമരണം പോലെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാനായിട്ട് പലർക്കും സാധിക്കാതെ പോകുന്നു. ദൈവാലോചനയോടുകൂടെ തീരുമാനമെടുക്കാൻ ഈ മകനോട് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു, മോനെ, ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നു. എന്നാൽ ഇവന് വേണ്ടി വീണ്ടും വചനം എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 29-ാം വചനം. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, പ്രഭാഷകൻ 36:29. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും, ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. പ്രിയപ്പെട്ടവരെ, അവൻ എന്നോട് ചോദിച്ചു, സിസ്റ്റർ, എനിക്ക് നല്ല സാലറി ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞാനൊരു ഒറ്റപുത്രനാണ്, എനിക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, അതല്ല എൻ്റെ മാതാപിതാക്കന്മാർ, പിന്നെ എന്തിനാണ് ഞാൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കേണ്ടത്? ഞാൻ അവനെ ഒരു 1/2 മണിക്കൂർ സമയമിരുത്തി. അവൻ്റെ ബോധ്യം, അവന് തെറ്റായ അറിവ് കിട്ടിയ ആ മേഖലയിലെല്ലാം വലിയൊരു ആന്തരിക സൗഖ്യം കൊടുക്കാൻ വേണ്ടി ഈശോയുടെ പക്കൽ ആ തിരുഹൃദയം എന്ന മുറിവിലേക്ക് അവനെ കയറ്റിയിരുത്തി പ്രാർത്ഥിപ്പിച്ചു. അവനെ നെടുമ്പാട് കിടത്തി കാൽക്കരങ്ങളൊക്കെ നീട്ടിവെച്ച്, മോനെ, വന്നുപോയ അവിശ്വസ്തതകൾക്കൊക്കെ മാപ്പിരന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടുന്നത് പോലെ ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കുമെന്ന വചനം കൂരമ്പ് പോലെ ആ മകന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ ദൈവം ഇടവരുത്തി. വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി എന്താണ് സിസ്റ്റർ, ഞാനിനി എന്ത് ചെയ്യണം? ഉടനെ ഞാൻ അവന് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ ഈശോ തന്ന വചനം ഇതായിരുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 4-ാം വചനം. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാവരും ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, പരിത്യക്തയെന്ന് നീയോ വിജനമെന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. പരിത്യക്തയെന്ന് നീയോ വിജനമെന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എൻ്റെ സന്തോഷമെന്ന് നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിന്റെ ദേശം വിവാഹിതയാകും, നിന്റെ ദേശം വിവാഹിതയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇങ്ങനെയൊക്കെ വചനം ഉണ്ട് കേട്ടോ. ആരോണ്ടൊക്കെ ആദ്യമായിട്ട് കേൾക്കണ പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ വചനങ്ങളുണ്ട്. എന്ത് ചെയ്യണം? ഓരോ പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് യൂട്യൂബിൽ ചെന്നിട്ട് തപ്പി നോക്കരുത്. അയ്യോ കുടുംബജീവിതം 32 വയസ്സിന് എന്ത് ചെയ്യണം? നമുക്കറിയാം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഫേസ്ബുക്കിനൊക്കെ സാധിക്കുള്ളൂ. എന്നാൽ എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ ആന്തരിക മുറിവുകൾക്കും, തെറ്റായ ബോധ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടും? നമുക്ക് വചനം നിനക്ക് സമീപസ്ഥമാണ്. ഈ കൂട്ടത്തിൽ ABCD അക്ഷരജ്ഞാനമില്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ബൈബിള് മലയാള ഭാഷയിൽ ബൈബിൾ വായിക്കാൻ അറിയത്തില്ലാത്ത സഹോദരങ്ങൾ ഒന്ന് കൈപൊക്കാവോ? പ്രിയപ്പെട്ടവരെ, വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ ഹൃദയത്തിലും നിന്റെ അധരത്തിലും അതുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കും. ഇന്നവൻ വിവാഹിതനായ 2 മക്കളുടെ അച്ഛനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. തെറ്റായ ബോധ്യത്തോടെ അവൻ അലഞ്ഞു തിരിഞ്ഞ് വിവാഹിതനാകാതെ ലോകം തരുന്ന ചില വർത്തമാനങ്ങളും സ്വരങ്ങളും മോഹങ്ങളൊക്കെ പറഞ്ഞ് കേട്ട് അവന് സ്വന്തമായി ജീവിക്കാൻ തുടങ്ങിയാൽ കർത്താവിന് ചില പദ്ധതികളുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വചനം പഠിപ്പിക്കുന്നു. എന്താണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2:18? 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇവിടെ ഇരിക്കുന്ന പലരും തൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് വേദനിക്കുന്നവരും നെടുവീർപ്പിടുന്നവരും അസ്വസ്ഥരും കണ്ണുനീരൊഴുക്കുന്നവരൊക്കെ ആകാം. പ്രിയപ്പെട്ടവരെ, അൾത്താരയിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്താൽ ആശീർവദിക്കപ്പെട്ട് കൂദാശകളാൽ പരികർമ്മം ചെയ്യപ്പെട്ട് നമ്മുടെ ജീവിത പങ്കാളിയെ ദൈവം അൾത്താരയിൽ നിന്ന് നമുക്ക് തന്നു. ഈ ജീവിത പങ്കാളിയെ അൾത്താരയിൽ തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമ എന്ന് പറയുന്നത്. ഓരോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമ അത് തന്നെയാണ്. എന്നാൽ പലതരത്തിലുള്ള ആന്തരിക മുറിവുകളോടെയാകാം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെങ്ങോട്ടേക്ക് തിരിയണം? എവിടെ നിന്നാണ് അതൊക്കെ സുഖപ്പെടുത്തുവാനുള്ള ഔഷധം നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾ ദൈവവചനത്തിലേക്ക് തിരിയണം. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ 14-ാം വചനം പറയുന്നു. വചനം ഏറ്റു പറഞ്ഞേ, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് സാധിക്കും. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ എന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്നലകളുടെ മുറിവുകൾ 10 വർഷമായിക്കൊള്ളട്ടെ, 30 വർഷമായിക്കൊള്ളട്ടെ, 40 വർഷം മുമ്പുള്ള മുറിവുകൾ ഇന്ന് സൗഖ്യപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കുമോ? ഇന്നലകളിലെ മുറിവുകളെ ഇന്ന് സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കും. കാരണം കർത്താവിന് ഇന്ന് മാത്രമാണ്, കർത്താവിന് ഇന്നെന്ന ദിവസമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇന്നലകളുടെ എല്ലാ മുറിവുകളും ഈശോയുടെ പക്കലൊന്ന് തുറന്നു വെക്കുക. സങ്കീർത്തനം 119-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ കർത്താവ് അത് കേട്ടു. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് അത് കേട്ടു. അവിടെ നിന്ന് എനിക്ക് സൗഖ്യം നൽകിയെന്ന് പറയാം. എൻ്റെ അവസ്ഥ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ, നിങ്ങളുടെ ആന്തരിക മുറിവുകൾ ഉണ്ടാകാനുള്ള അവസ്ഥകൾ എന്ത് തന്നെയാണെങ്കിലും, ചിലരുടെ ക്രൂരമായിട്ടുള്ള കൂരമ്പ് പോലെയുള്ള വിഷം പുരട്ടിയ അമ്പ് പോലെയുള്ള ചില വാക്കുകളായിരിക്കാം നമ്മുടെ മനസ്സിൽ ഇന്നും തറച്ചു നിൽക്കുന്നത്. എന്നാൽ ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. ഞാനിവിടെ നീ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1-2 വചനങ്ങൾ, എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ. എനിക്ക് കർത്താവ്, മനസ്സലിവുള്ള കർത്താവ് കുഷ്ഠരോഗിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യം സംഭവിക്കട്ടെ. കർത്താവേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നോട് മനസ്സലിവുണ്ടാകണമേ എന്ന് പറഞ്ഞ് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പിന്നാലെ ചെന്ന ആ മരവിച്ചുപോയ ശരീരമായിട്ട്, മരവിച്ചുപോയ ഹൃദയമായിട്ട്, സ്നേഹശൂന്യനായി മുന്നോട്ട് പോയ, ആര് സ്നേഹിക്കാനില്ല എന്ന നെടുവീർപ്പുമായി നടന്ന ഒരു മകൻ, ഒരു കുഷ്ഠരോഗി ഈശോയെ കണ്ടപ്പോൾ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈശോ തിരിഞ്ഞിട്ട് അവനോട് എന്ത് പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. 2 കര ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഞാൻ പലപ്പോഴും ഞാൻ കുറച്ച് സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഇരിക്കാൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ആ ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ ഒരു കാര്യം കേൾക്കാതെ ഞാൻ ഇരിക്കത്തില്ല. ചേച്ചിക്ക് എന്നാ കാര്യം പറയാൻ പറഞ്ഞു. സിസ്റ്റർ ഇന്ന് എൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണ ദിവസമാണെന്ന് പറഞ്ഞു. ചേച്ചി എന്താണെന്ന് ചോദിച്ചു. സിസ്റ്റർ ഇന്ന് എൻ്റെ 27-ാം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 27-ാം വെഡ്ഡിങ് ആനിവേഴ്സറി. ഞാൻ ചേച്ചി എന്താണ് ഇങ്ങനത്തെ ഒരു ഭാഷ ഉപയോഗിച്ചത്? അൾത്താരയിൽ നിന്നും ദൈവം ഏൽപ്പിച്ച ആ ഒരു ജീവിത പങ്കാളി എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ്, സിസ്റ്റർ ഞാനൊരു ദാനിയേലിനെ പോലെയാണ്. എനിക്ക് 3 മക്കളും ഭർത്താവുമാണുള്ളത്. ദാനിയേൽ സിംഹക്കൂട്ടി കിടന്നതുപോലെ
എൻ്റെ ഭർത്താവ് എന്ന സിംഹത്തിൻ്റെയും മക്കൾ എന്ന കരടികളുടെയും മുമ്പിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഈ ചേച്ചി ഒരു കൂസലുമില്ലാതെ എന്നോട് പറയാ, ഇതാണ് സിസ്റ്റർ എൻ്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, സിംഹക്കൂട്ടി കിടന്ന ദാനിയേലിനെ പോലെ ദാനിയേല് പ്രാർത്ഥിച്ചപ്പോൾ സിംഹങ്ങൾ എന്ത് ചെയ്തു? സിംഹങ്ങൾ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയല്ലേ? ദാനിയേൽ ഉപവസിച്ചപ്പോൾ സിംഹക്കൂട്ടിൽ എന്താ സംഭവിച്ചത്? ആ കൂട്ടത്തിലുണ്ടായിരുന്ന 5 സിംഹങ്ങൾ എന്ത് ചെയ്തു? ഉപവസിച്ചു. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ചേച്ചി മാത്രം വിശുദ്ധയായിട്ട് വീട്ടിലുള്ളൂ അല്ലേ? എൻ്റെ സിസ്റ്റർ, എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഉറങ്ങിയിട്ടില്ല സിസ്റ്റർ. അത്രയും പാടുപെട്ട് ജീവിത പങ്കാളിക്ക് ജോലിയൊക്കെ ആയിരുന്നു. രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ താരാട്ട് പാട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സിസ്റ്ററെ, അവർ ഇത്ര പെട്ടെന്ന് എന്നെ ഇത്ര നിഷ്കരുണം. ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ചില ശാപവാക്കുകളൊക്കെ പറയുകയാണ് സിസ്റ്റർ. പറയാൻ പോലും കൊള്ളാത്ത ചില ശാപവാക്കുകൾ. ഈ മക്കൾ എന്തിന് എൻ്റെ ഉദരത്തിലുണ്ടായി സിസ്റ്റർ? ഈ മക്കൾ എന്തിന്? ഇങ്ങനെ ഒരുപാട് ആന്തരിക മുറിവേറ്റ ചേച്ചി തങ്ങളുടെ മക്കളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചെല്ലാം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വചനം, എസെക്കിയേൽ പ്രവചനം 16:20, കർത്താവ് അരുളി ചെയ്യുകയാണ്, എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഹലോ, ആർക്ക് ജനിച്ചത്? എനിക്ക് നിന്നിൽ ജനിച്ച, നിങ്ങളുടെ സ്വന്തമാണോ മക്കള്? ഹലോ, ആണോ? സ്വന്തമാണോ മക്കള്? വചനം പറയുകയാണ്, എനിക്ക്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16:20 വചനം പറയുന്നത് എന്താണ്? എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരും പുത്രിമാരും. മക്കളിൽ ആരെങ്കിലും ആശ്രയം വെച്ച? എവിടെ ആശ്രയം വെക്കാനാ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്? സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ പോലും, സിംഹക്കുട്ടികളുടെ പ്രത്യേകത നമുക്കറിയാം. അവരുടെ അപ്പനും അമ്മയും അല്ലെ? സിംഹക്കുട്ടികളുടെ അപ്പനും അമ്മയും ഒന്ന് വലിയ ഒച്ചത്തിലൊന്ന് അവരൊന്ന് അമറിയാൽ മതിയല്ലേ? എല്ലാം എങ്ങനെ പേടി ചരണ്ട് മാൻപേടകളും മുയലും എല്ലാം മോളത്തിൽ നിന്ന് പുറത്തിയാടും. വചനം പറയുകയാണ്, സിംഹക്കുട്ടികൾ പോലും വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അമ്മമാരെ, അപ്പച്ചന്മാരെ, എത്ര പേര് മക്കളിൽ ആശ്രയം വെച്ചിട്ടുണ്ട്? കാനഡയിലുള്ള എൻ്റെ മകൻ എന്നെ ഭാവിയിൽ സംരക്ഷിക്കും. എനിക്ക് ഓരോ മാസവും അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് തന്നെ എന്നെ സംരക്ഷിക്കും. എത്ര പേര് മക്കളിൽ ആശ്രയം വെച്ചിട്ടുണ്ട്? വ്യർത്ഥമാണ് കേട്ടോ, വ്യർത്ഥം. നമ്മൾ വളർത്തപ്പനും വളർത്തമ്മ യഥാർത്ഥ ഉടമസ്ഥനാരാ? എനിക്ക് നിന്നിൽ ജനിച്ച. ഭാര്യയും ഭർത്താവും കൂടെ ചേരുമ്പോൾ മക്കളുണ്ടാവുക. എന്ത് ആയിരങ്ങൾക്ക് ഇന്ന് മക്കളില്ല. എനിക്ക് നിന്നിൽ ജനിച്ച മക്കളെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കർത്താവ് പറയുക, എനിക്ക് നിന്നിൽ ജനിച്ച. അല്ലെ, ഈശോയ്ക്ക് എന്തൊരു വ്യക്തിപരമായിട്ടുള്ള സ്നേഹമാണ് ഓരോരുത്തരോടുമുള്ള ഡിവൈനായിട്ട് കർത്താവ് അത്ര ഇൻറ്റൻസ്, ഡീപ്പ്, സോളിഡായിട്ട് ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി. അതല്ലേ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ എന്താ പറയുന്നത്? മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ. ഇതൊരു വചനമാണല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:2, യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 2-ാം വചനം, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിന്നെ രൂപപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ്. എന്തൊരു വചനമാണല്ലേ? അല്ലെ, നമ്മളാരും നമ്മുടെ സ്വന്തമല്ല ഒരു തരത്തിലും. നമുക്കറിയാം, ഏക ആശ്രയം എവിടെ മതി? തമ്പുരാന്റെ പക്കൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യാക്കോബ് ദൈവവുമായി എങ്ങനെ മൽപ്പിടുത്തം നടത്തി? രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ മസിൽ പവർ, ആത്മീയത, ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോരോ തീരുമാനങ്ങൾ എടുത്ത യാക്കോബ് തൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഇതാ താൻ ഒരു വടിയുമായി ആ ദേശത്തേക്ക് ചെന്നെങ്കിൽ ഇതാ 2 ഗണമായി ആളുകളോടുകൂടെ, വസ്തുവകകളോടുകൂടെ തൻ്റെ സഹോദരനെ എതിരേൽക്കാൻ വേണ്ടി, തൻ്റെ സഹോദരനെ കാണാൻ ക്ഷമിക്കോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും തനിക്കുള്ളതെല്ലാം അടിയറവ് വെച്ചിട്ടാണെങ്കിലും ആ സഹോദര സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്ത ആ രാത്രിയിൽ ദൈവമായ കർത്താവ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ മറുകരയിൽ ചെന്ന് തനിച്ച് ദൈവവുമായി മൽപ്പിടുത്തം നടത്തി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മുട്ടിലെ തഴമ്പും നിങ്ങളുടെ വിരിച്ച കരങ്ങളുമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഹല്ലേലൂയ,
ക്ഷമിച്ച ഒരു ഹൃദയത്തിൽ മാത്രമേ ദൈവവചനം ആഴത്തിൽ വേര് പിടിക്കത്തുള്ളൂ. ക്ഷമിച്ച ഒരു വ്യക്തിയിൽ മാത്രമേ ആന്തരിക മുറിവുകളുടെ നീറ്റലുകൾ മാറത്തുള്ളൂ. നമുക്കറിയാം, ക്ഷമിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആന്തരിക മേഖലയിലേക്ക്, ദൈവിക മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. ക്ഷമിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കൈവശം ഉണ്ടായിരിക്കാം. നിരത്തി എണ്ണി പറയാൻ ഒരു 100 കൂട്ടം കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ക്ഷമ അതിലും ഉപരിയാണ്. ഇവിടെ യാക്കോബ് ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങ് വായിച്ച് വരുമ്പോൾ പെനുവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബ് എത്തിച്ചേർന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടെ നിന്നപ്പോഴത്തേക്ക് സൂര്യൻ പുലരിയാകാൻ തുടങ്ങിയിരുന്നു. അതേ, ഏത് വ്യക്തി തൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കാൻ, മറക്കാൻ, എന്ത് ത്യാഗം ഏറ്റെടുത്തും സഹോദര ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന എത്ര പേര് ദൃഢമായ തീരുമാനമെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വചനം, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 20-ാം വചനം, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. ആരുടെ ജീവിതത്തിലാണ് സൂര്യൻ മറയപ്പെട്ടത്? ആരുടെ ജീവിതത്തിലാണ് സൂര്യൻ അസ്തമിക്കാതെ പോയത്? സഹോദര ബന്ധം പുനഃസ്ഥാപിക്കാത്തവന്റെ ജീവിതത്തിൽ. നമുക്കിന്ന് ഈ പെനുവേൽ കൺവെൻഷനിൽ ഒരു തീരുമാനമെടുക്കണം. തൻ്റെ സഹോദരന് വേണ്ടി അടിയറവ് പറയാൻ തീരുമാനമെടുത്ത 2 ഗണമായി ഇസഹാക്കിനെ തേടി കടന്നുപോയ യാക്കോബ് തൻ്റെ സഹോദരനുമായി രമ്യതപ്പെടുവാൻ വേണ്ടി കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ തൻ്റെ സഹോദരൻ്റെ മുഖം കണ്ടപ്പോൾ ദൈവത്തെ പോലെ ആണ് എൻ്റെ സഹോദരൻ്റെ മുഖം എന്ന് പറയത്തക്ക വിധം അത്രമാത്രം ദൈവിക തേജസ് കൊണ്ട് അവർ നിറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എവിടെ നിന്ന് കിട്ടി ഈ ദൈവിക തേജസ്? ദൈവമുഖം കണ്ടാൽ എന്നതുപോലെയാണ് സഹോദരാ ഞാൻ നിന്റെ മുഖം കാണുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ മിണ്ടാട്ടത്തിലല്ല, ഞാൻ നിന്നെ പറ്റിച്ചോണ്ട് പോയി, ഞാൻ എന്ത് പരിഹാരവും ചെയ്തോളാം. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സഹോദരങ്ങളിൽ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നവരിലൊക്കെ ഒന്ന് ദൈവമുഖം ദർശിച്ച് ഒരു ക്ഷമയുടെ, നമുക്കറിയാം നമ്മൾ നോമ്പ് കാലത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക്, അവസാന ദിവസത്തേക്കെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? ഒരു മനുഷ്യൻ്റെ ആയുസ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം അധ്യായം 10-ാം വചനം പറയുന്നു. എത്രയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്? എല്ലാവർക്കും ഏറിയാലെ കാര്യം അറിയാലോ. നോർമൽ എത്രയാണ്? സങ്കീർത്തനം 90:10. 2 കര ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, കർത്താവേ ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. കാര്യങ്ങൾ താഴ്ത്തി വെച്ചൊരു ബോണസ് കിട്ടിയവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും വർഷങ്ങളേ ഉള്ളൂ. ഏതെങ്കിലും സഹോദരനുമായി രമ്യതപ്പെടാതെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയാൽ നമുക്ക് സ്വർഗരാജ്യം ഉറപ്പാക്കാനായിട്ട് സാധിക്കുമോ പ്രിയരെ? സാധിക്കത്തില്ല. കാരണം സഹോദരനെ വെറുക്കുന്നവൻ ആരാന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്? ശരിക്കും ക്ഷമിക്കാതെ ഉള്ള മരണം എന്ന് പറയുന്നത് ദുർമരണം പോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ക്ഷമിക്കാതെ മരണപ്പെട്ട വ്യക്തി ദുർമരണം വരിച്ച തുല്യമാണെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാതെ എന്തിനാണ് നമ്മൾ ഈ മൊബൈൽ ഫ്രീസറുകൾ ചുമന്നുകൊണ്ട് നടക്കുക? ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് താഴാൻ, കുറച്ചിങ്ങടെ നമ്മുടെ ഈഗോയെ ഒന്ന് മാറ്റിവെച്ച് അവരുടെ പാദങ്ങളിൽ വീഴാൻ ഒന്ന് തയ്യാറായാൽ, അല്ലേ? ചില മാതാപിതാക്കന്മാരും മക്കളും ഈ ദിവസങ്ങളിൽ അവിടെ ഒരു കൊച്ചു വന്നു. അവന് ഭയങ്കരമായ ഇറിറ്റേഷനാണ്, തൻ്റെ പപ്പയെ കൊല്ലാനുള്ള ദേഷ്യമാണ്. എനിക്ക് അയാളെ കല്ലിനെങ്കിലും ഇടിച്ച് കൊല്ലണമെന്ന് തോന്നുവാണ് സിസ്റ്റർ എന്ന് പറഞ്ഞ് ഈ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പേരൻസിനോട് വരാൻ പറഞ്ഞ് പേരൻസിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പെൺകുട്ടി ആഗ്രഹിക്കാത്ത സമയത്ത് ഗർഭം ധരിച്ചു. അപ്പോൾ ഈ ഇവൻ്റെ പപ്പയ്ക്ക് ഭയങ്കരമായ ദേഷ്യം. അതുകൊണ്ട് അസ്വസ്ഥതപ്പെട്ട് ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള തീരുമാനമായിട്ട് ഇവർ ആശുപത്രിയിൽ ചെല്ലുന്നു. മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഈ കുട്ടി ജനിക്കുകയാണ്. അവൻ ഇന്ന് പറയുകയാണ്, സിസ്റ്റർ, വാക്കുകൊണ്ട് അധരം തുറന്ന് ഒരു വാക്ക് പോലും അപ്പൻ നിന്നെ വേണ്ടാന്നോ ഇഷ്ടമില്ലാന്നോ. ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ തങ്കക്കുടം പോലെ വളർത്തി. പക്ഷേ ഉദരത്തിലായിരുന്നപ്പോൾ ആ കുഞ്ഞിനേറ്റ മുറിവ്, എന്നെ ആർക്കും വേണ്ട, എൻ്റെ പപ്പയ്ക്ക് വേണ്ട, എൻ്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമില്ല, എൻ്റെ പപ്പ എന്നെ കൊല്ലാൻ കൊണ്ടുപോയി, എൻ്റെ പപ്പ മമ്മിക്ക് മരുന്ന് മേടിച്ച് കൊടുത്ത്, ഇതൊന്നും ആരും അവനോട് പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ അന്തരംഗത്തിൽ അതെല്ലാം അവന് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവനോട് ഞാൻ പറഞ്ഞു, മോനെ, അപ്പനോട് പറഞ്ഞു, മകൻ്റെ മുൻപിൽ മുട്ടുമടക്കി കാലെ പിടിച്ച് ക്ഷമ ചോദിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ക്ഷമ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുരിശിൻ്റെ മുൻപിൽ ഇവിടെ തിരുരക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തിരുരക്തം ധാരധാരയായി ഒഴുകി സ്റ്റെപ്പിലൂടെ താഴേക്കിറങ്ങി ആലയം മുഴുവൻ നിറഞ്ഞു കവിയുന്ന ഒരു തിരുരക്ത കടലിലാണ് നമ്മൾ ഇരിക്കുന്നത്.
നിങ്ങൾക്ക് അടുത്ത് പോയി ക്ഷമ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ എതിരായി നമ്മൾ ചിന്തിച്ച ഓരോ ചിന്തകളും പോലും നമ്മൾ വാക്കിനാൽ പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ വാക്കുകൊണ്ട് മുറിവേറ്റതെല്ലാം അവരുടെ മനസ്സിൽ ഒരു കൂരമ്പ് പോലെ ഇന്ന് നിറഞ്ഞ് അവർ വെറുപ്പിലും വിദ്വേഷത്തിലും കുനിഞ്ഞ് പപ്പയെന്നൊന്ന് വിളിക്കാൻ, മമ്മിന്നൊന്ന് വിളിക്കാൻ, നമ്മൾ പറയുന്ന ഒരു വാക്ക് കേൾക്കാൻ അവരിന്ന് സന്നദ്ധരായില്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആന്തരിക മുറിവുകൾക്കുമുള്ള ഔഷധം എന്ന് പറയുന്നത് ഈശോയുടെ അമൂല്യമായ തിരുരക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാനൊരു ഹോംവർക്ക് കൊടുത്തു വിട്ടു. അത് ഇങ്ങനെയായിരുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 21, 22 രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തത്താലത്രേ. കൈ താഴ്ത്തി വെച്ച് എന്താണ് വചനം പറയുന്നത്? പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുരക്തം. അത് തന്നെയല്ലേ 1 പത്രോസ് 1:21, 22 ആണോ? വായിച്ചേ, ഒരാളടുത്തൊന്ന് വായിച്ചേ. ആണ് എന്തോ 23. ഓക്കെ, 1 പത്രോസ് 1-ാം അധ്യായം 21 മുതലുള്ള ഫോളോയിങ് വചനങ്ങളിൽ പറയുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധന അവസ്ഥകളുണ്ട്. മക്കൾക്ക് മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, സഹോദര ബന്ധത്തിൽ ചില വികലതകളൊക്കെ വന്നു പോയിരിക്കുന്നു. ഇത് നമുക്കാർക്കും ഇത് സുഖപ്പെടുത്താനോ ചെന്ന് മുട്ടുകുത്താനോ പറ്റത്തില്ല. എന്നാൽ ഇവിടെ തിരുരക്ത കടലിലാണ് നമ്മൾ ഇരിക്കുക. യേശുവിൻ്റെ തിരുരക്തം ഓരോ മുറിവുകളിലൂടെയും പൊട്ടി താഴേക്കൊഴുകി, ഈ സ്റ്റെപ്പിലൂടെ താഴേക്കൊഴുകി വന്ന് കർത്താവിൻ്റെ തിരുരക്തം ഒരു കടലായി ഇവിടെ ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നേരിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചേ, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച, കരങ്ങൾ താഴ്ത്തി വെച്ച്, നിങ്ങൾക്ക് ആർക്കൊക്കെയോ വിശ്വാസക്കുറവ് സിസ്റ്റർക്ക് ഫീൽ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു അവിശ്വാസത്തിൻ്റെ ഒരു തരംഗം എൻ്റെ ഉള്ളിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം ആർക്കാണ് ലഭിക്കുക? എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുരക്തം ലഭിക്കുന്നത്? ഒന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നല്ലേ. ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലേ? 1 യോഹന്നാൻ 1:7b. 1 യോഹന്നാൻ 1:7 എന്താ വചനം പഠിപ്പിക്കുന്നത്? രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം, വലിയൊരു അനോയിറ്റിങ് വരും. ഒന്ന് സ്തുതിച്ചു വന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തലമുറയായി ആന്തരിക സൗഖ്യം പ്രാപിക്കാതെ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം അറ്റുകിടക്കുന്ന തലമുറകളുടെ മേൽ കർത്താവേ, ഈ വചനത്തിൻ്റെ അനന്ത ശക്തിയാൽ കർത്താവേ, തലമുറകളുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന തിന്മ ശക്തികൾ യേശുനാമത്തിൽ ഇപ്പോൾ വിച്ഛേദിക്കപ്പെടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഇപ്പോൾ പ്രവർത്തന നിരതമാകട്ടെ. ലൈവായ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്ത കടൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് ഒഴുക്കണമേ. തലമുറകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ, സഹോദര ബന്ധത്തിൽ അകൽച്ചയും തകർച്ചയും ഉണ്ടാക്കുന്ന സകല അസ്വസ്ഥതകളും, എഫേസോസ് ലേഖനം 2-ാം അധ്യായം 13-ാം വചനം, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഒരിക്കൽ വിദൂരസ്ഥരായിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെല്ലാവരും, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, പിന്നെ എന്തിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്? ദൈവവചനമാകുന്ന അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. നമുക്കറിയാം, ഒരു പുരുഷ സാന്നിധ്യമാണ് അല്ലേ. അത് മാംസം ധരിക്കണമെങ്കിൽ ഒരു സ്ത്രീ സാന്നിധ്യം വേണം. നമുക്കറിയാം, വചനത്തെ മാംസം ധരിപ്പിച്ചവൾ ആരാണ്? പരിശുദ്ധ അമ്മ. നമ്മളെപ്പോഴും വചനമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് നിയോഗത്തിന്, ഏത് വ്യക്തിയുടെ നിയോഗത്തിന് വേണ്ടിയാണോ നിങ്ങൾ വചനം, ഇപ്പം നിങ്ങളുടെ 16 വയസ്സുള്ള ഒരു മകൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പപ്പയായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്, പപ്പയുടെ തലവെട്ടം കാണുമ്പോഴത്തേക്കും അവൻ വേറെ മുറിയിലേക്ക് ഓടിപ്പോകുന്നു. നമുക്കറിഞ്ഞുകൂടാ, ആ കുഞ്ഞിനെ പിടിച്ചിരുത്തിയടാ, അപ്പൻ്റെ കാലിൽ തൊട്ട് നീ മാപ്പ് ചോദിക്കടാ, അല്ലെങ്കിൽ അപ്പനോട് മകൻ്റെ പാദം ചുംബിച്ച് നിങ്ങൾ മാപ്പ് ചോദിക്കാൻ പറയാൻ നമുക്കാവില്ല. അവരങ്ങനെ ചെയ്യത്തുമില്ല, അവർക്കതിന് സാധിക്കത്തില്ല.
എന്നാൽ നിങ്ങൾക്ക് ഒരമ്മയായി, നിങ്ങൾക്ക് ഒരപ്പനായി, നിങ്ങൾക്ക് നമുക്കിങ്ങനെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം, ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. ആ മക്കളുടെ അത്രയും പ്രാവശ്യം ഈ വചനം ചൊല്ലി, ആ മകൾക്ക് ഉദരത്തിലായിരിക്കുമ്പോൾ മുതലുള്ള അത്രയും വർഷങ്ങൾക്ക് ഓരോ വർഷം എടുത്ത് ഓരോ പ്രാവശ്യം വചനം ചൊല്ലി, ഓരോ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയോ, ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയോ ആ വചനത്തോടൊപ്പം ചൊല്ലി പ്രാർത്ഥിക്കുക. അത് ദൈവവചനമെന്ന അനശ്വര ബീജം അത് മാംസം ധരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്കറിയാം, ഒരിക്കൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തത്താലത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഒരു 3-4 പേരുടെ ഇങ്ങനെ നിങ്ങളുടെ നെഗറ്റീവ്, സിസ്റ്റർ ഇപ്പോൾ പറയുമ്പോഴത്തേക്കും അങ്ങനെ വിച്ഛേദിക്കപ്പെടുമല്ലേ എന്നൊക്കെ ആരൊക്കെയോ നെഗറ്റീവായിട്ട് ഗ്രൂപ്പിലിരുന്ന് ചിന്തിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു ആന്റിബയോട്ടിക്കിനേക്കാളും ഈ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ട ഏതൊരു ഔഷധക്കൂട്ടിനേക്കാളും ദൈവത്തിൻ്റെ യേശുവിൻ്റെ തിരുരക്തം അത്രമാത്രം ഫലപ്രദമാണ്, അത്രമാത്രം ശക്തിദായകമാണ്. ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്തിരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്ക് കടന്നു വന്ന് രക്തം ഭക്ഷിക്കുന്നവരാണ്. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം എല്ലാ ദിവസവും പാനം ചെയ്യുന്നവരാണ് നാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ തളിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കരവടിച്ച് ചൊല്ലി മാത്രം കൊടുത്തേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇത്രയും വിശ്വാസമൊന്നും പോരാട്ടോ. ഈശോയുടെ തിരുരക്തത്തിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ എന്താ? ഇന്ന് ആർക്ക് എപ്പോഴും എങ്ങനെയൊക്കെ നമുക്ക് തിരുരക്തം കിട്ടുക? ഒന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന്, രണ്ടാമത് ഇതെങ്ങനെയാണ് നമുക്ക് തിരുരക്തം കിട്ടുക? റോമാലേഖനം 3:25 വിശ്വാസം വഴി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് കിട്ടുന്നത്? വിശ്വാസം വഴി. 2 കര ഉയർത്തിക്കൊണ്ട് ഏറ്റവും വലിയ പ്രാർത്ഥിച്ചേ. വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്ക് നിശ്ചയിച്ചു തന്നു. വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്ക് നിശ്ചയിച്ചു തന്നു. കരങ്ങൾ താഴ്ത്തി വെച്ച്. പിന്നെ എങ്ങനെയാണ് തിരുരക്തം നമുക്ക് കിട്ടുന്നത്? വിശ്വാസം വഴി. നിങ്ങളിപ്പോൾ പറഞ്ഞ വിശ്വാസമൊന്നും അല്ല കേട്ടോ. എന്താ? വിശ്വസിക്കുന്നവൻ എത്ര കാര്യങ്ങൾ സാധിക്കും? എല്ലാ കാര്യം. 33 കൂട്ടം പേരുടെ വിശ്വാസ വീര്യത്തെക്കുറിച്ച് പറയുന്ന ദൈവവചന ഭാഗമാണ് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം. അതിനകത്ത് എന്താ വചനം പറഞ്ഞേക്കുന്നത്? വിശ്വാസത്തിന്റെ ശക്തിയാൽ അവർ സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. നിങ്ങൾക്ക് പവർ ഉണ്ടോ സിംഹങ്ങളുടെ വായ്കൾ പൂട്ടാൻ? ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ മിക്കവാറും കാണും കേട്ടോ. വിശ്വാസത്തിന്റെ ശക്തിയാൽ അവർ സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. അശുദ്ധ സംഭാഷണം നടത്തുന്ന ജീവിത പങ്കാളിയുടെ വായ്കൾ പൂട്ടാൻ നിന്റെ വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിക്ക് സാധിക്കുമെന്ന്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എൻ്റെ മകൻ്റെ ആന്തരിക മുറിവ്, അവൻ ഉദരത്തിലായിരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു കർത്താവേ, ഇപ്പോൾ നിന്റെ തിരുരക്തം എൻ്റെ 6-ാമത്തെ മാസത്തിൽ ഞാൻ ചില ആവശ്യമില്ലാത്ത ചില ചിന്തകളിലൂടെയൊക്കെ കടന്നു വന്ന് എൻ്റെ കുഞ്ഞിന് ആ ഒരു സമയത്ത് വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്, ഈശോയെ ആ ഒരു സമയത്തേക്ക് എൻ്റെ കുഞ്ഞിലേക്ക് അവൻ്റെ ശരീരം മെനഞ്ഞ ആ ഒരു സമയത്തേക്ക് ആ ഒരു ഭ്രൂണത്തിലേക്ക് ഈശോയെ നിന്റെ തിരുരക്തം വന്ന് ആ ഗർഭസ്ഥ ശിശുവിലേക്ക് നിന്റെ തിരുരക്തം ഇപ്പോൾ ഒഴുക്കണമെന്ന് ഒരമ്മ ഇവിടെ ഇരുന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ആ ഭ്രൂണത്തെ കരങ്ങളിലെടുത്ത് കർത്താവ് ഒരിക്കൽ കൂടെ കർത്താവും മെനയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എന്ത് വേണം? എൻ്റെ സിസ്റ്റർ അങ്ങനെയൊക്കെ എങ്ങനെയാണ്? ശാസ്ത്രത്തിന് സാധിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രത്തെക്കാളും വലുതാണ് ഇത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആന്തരിക മുറിവുകളെ നിറവുകളാക്കാൻ പര്യാപ്തമാണ് ഈ ദൈവവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആന്തരിക മുറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ 4-ാമത്തെ പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പഴയ ഡ്രസ്സ്, പഴയ തേഞ്ഞ് തീരാറായ ചെരുപ്പ്, പഴയ ചളിങ്ങിയ ചോറ്റുപാത്രം, അതൊക്കെ ആയിരിക്കും നമുക്കല്ലേ 4-ാമത്തെ പെൺകുട്ടി. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ വീട്ടിലെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്, ഞാൻ അത്രയും പഠിക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്തയാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാനാണ് ഏറ്റവും മോശം, എനിക്കങ്ങനെ കഴിവൊന്നുമില്ല. എൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ എൻ്റെ ഒരു പ്രസംഗം എൻ്റെ ബാച്ചിലുള്ളവരും എൻ്റെ കോൺഗ്രിഗേഷനുള്ള ആരും കേട്ടിട്ടില്ല. ഞാനിങ്ങനെ കുനിഞ്ഞ് ശിരസ് നമിച്ചിരുന്ന ഒരാളാണ്.
മീൻസ് ഞാൻ അത്രമാത്രം അപകർഷതാബോധം കൊണ്ട് നിരാശ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നെഗറ്റീവ് വാക്കുകൾ എൻ്റെ അധരത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോയി. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കെപ്പോഴും മടിയാണ്, ഞാൻ ഒരു സ്റ്റേജ് ഞാൻ പറയത്തില്ല, ഞാനൊരു പാട്ട് പാടത്തില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. പ്രിയപ്പെട്ടവരെ, എന്നെ സുഖപ്പെടുത്തിയത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. സങ്കീർത്തനം 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ, 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ അങ്ങ് ഏറ്റേറ്റ് പറയണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 94:17. കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. ശരിയാണോ? നേറ്റ് പറഞ്ഞേ, കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. അടുത്തുള്ള അമ്മച്ചിമാരോടും അപ്പച്ചമാരോടും ചോദിച്ച ഈ വചനം യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ച് എത്ര പ്രാവശ്യം അല്ലേ? ഹാർട്ട് അറ്റാക്കിൻ്റെ അവിടം വരെ വന്നു സിസ്റ്റർ. ഇത്രയും ഇങ്ങനെ പാരലൈസായി പോകേണ്ടതായിരുന്നു. എൻ്റെ കൂടെ ഞാനൊരു മാരക രോഗിയാണെന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ. എൻ്റെ രോഗക്കിടക്കയുടെ വലതുവശത്തും ഇടതുവശത്തും കിടന്ന് കീമോ എടുത്തവരെല്ലാം ഇന്ന് മണ്ണായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം ഈ കർമ്മല സഭയുടെ തിരുവസ്ത്രത്തിൽ ഈ കാർപ്പറ്റിൽ ചവിട്ടി ദൈവത്തിൻ്റെ ഈ അൾത്താരിയിൽ നിൽക്കാൻ ദൈവം പാപിയായി എന്നെ അനുവദിച്ചെങ്കിൽ ഞാൻ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടവളാണ്. കടലോളം നന്ദിയും ഗിരിനിരകളോളം സ്തുതി കീർത്തനങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ആലയത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ഞാനവ എണ്ണാൻ തുടങ്ങിയാൽ അവ അസംഖ്യമാണല്ലോ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. എൻ്റെ ആത്മാവേ, നീ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും നീ മറന്ന് കളയരുത്. അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും നീ മറന്ന് കളയരുത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ നടന്നാൽ ക്ഷീണിക്കുകയില്ല, ഓടിയാൽ തളരുകയുമില്ല. കർത്താവ് അവരുടെ നിത്യപ്രകാശമായിരിക്കും. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. കർത്താവേ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. കരങ്ങൾ താഴ്ത്തി വെച്ചേ, കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. സങ്കീർത്തനം 94:18. കർത്താവേ, ഞാൻ വീഴുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ വലത് കരം എന്നെ താങ്ങി നിർത്തി. എൻ്റെ സമർപ്പിത ജീവിതത്തിൽ പല പ്രാവശ്യം വീഴാൻ വക്കോളം എത്തി. എന്നാൽ എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ സഭയും എന്നെ താങ്ങി നിർത്തി. ഞാൻ വീഴുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ വലത് കരം എന്നെ താങ്ങി നിർത്തി. ശരിയാണോ ചേട്ടാ? ഈ വചനം ചേട്ടൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാണോ? ഞാൻ വീഴുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ കരം എന്നെ താങ്ങി നിർത്തി. എന്നിട്ട് വീട്ടിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 94:19. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന സമാശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ജർമ്മനിയിൽ നിന്നും വിളിച്ച മകള് നൽകുന്ന സമാശ്വാസമല്ല. കർത്താവേ, ഞാൻ വീഴുന്നുവെന്ന് വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന സമാശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീടിൻ്റെ 1ാമത്തെ സ്റ്റെപ്പ് കയറുമ്പോൾ വലതുകര ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ വീടിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം, ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഏറ്റു പറഞ്ഞേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. 2ാമത് നിങ്ങളുടെ അടുത്ത കര ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ 2ാമത്തെ നടക്കലേക്ക് കയറി എന്നിട്ട് പറയണം, ലൂക്ക 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്നോട് പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
എന്തെല്ലാം ആന്തരിക സംഘർഷങ്ങൾ നടക്കുന്ന ഒരു വീടാണല്ലേ നമ്മുടെ വീട്. അകത്തളങ്ങളിലേക്കൊന്ന് ചെന്നാൽ എന്തുമാത്രം നെഗറ്റീവ് വാക്കുകളുടെ, പരാതികളുടെ, പരിഭവങ്ങളുടെ, ആന്തരിക മുറിവുകളുടെ എല്ലാം അസ്വസ്ഥതകൾ തലങ്ങും വിലങ്ങും നെടുകയും കുറുകയും ചലിക്കുന്ന ഒരു വീടായിരിക്കാം നിങ്ങളുടെ വീട്. എന്നാൽ ഇന്നലെ വരെ, ഇന്ന് പ്രഭാതം വരെ നെഗറ്റീവ് വാക്കുകൾ കൊണ്ടും പരിഭവം കൊണ്ടും പരാതി കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള മോശമായ വാക്കുകൾ കൊണ്ടൊക്കെ കുടുംബത്തിന്റെ ആ അന്തരീക്ഷം മലീമസമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ 3 സ്റ്റെപ്പിൽ നിന്ന് ഒരേ വചനം പറയണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് പറയണം, ഉറക്ക വീട് കേൾക്കാൻ പാകത്തിന് ഈ കല്ലുകൾക്കും മണ്ണിനൊക്കെ മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ലാംഗ്വേജ്? ആ ലാംഗ്വേജ് ആണ് ദൈവവചനത്തിന്റെ ഭാഷ. ഹല്ലേലൂയ. ഈ പാറക്കല്ലിന് മനസ്സിലാകുമോ ദൈവവചനം? കർത്താവ് പറയും, നിങ്ങൾ മൗനം പാലിച്ചാൽ ഈ കിടക്കുന്ന കല്ലുകൾ ആർത്ത് വിളിക്കും. ഹെബ്രായ ലേഖനം 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കല്ലിനും മണ്ണിനും നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിനും വായുമണ്ഡലത്തിനും എല്ലാത്തിനും ആ വെള്ളത്തിന് പോലും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആണ് ദൈവവചനത്തിന്റെ ഭാഷ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് പറയണം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. സിസ്റ്റർ 7 വർഷമായിട്ട് സഹോദരനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. മഴ കണ്ടാൽ പോലും മിണ്ടത്തില്ല. അവിടുത്തെ പിള്ളേരെ കണ്ടാൽ ഞാൻ വഴിമാറി പോകത്തുള്ളൂ. സുഖമാണ് മോളെ എന്നൊന്ന് താലോലിക്കാൻ പോലും ഞാൻ സ്വന്തം ചേട്ടൻ്റെ മക്കളെ അവരെ കണ്ട എങ്ങനെ ദൈവം ഒരിക്കലും സാധിക്കില്ല സിസ്റ്റർ. ഞങ്ങൾക്ക് അവരുമായിട്ട് രമ്യതപ്പെടാൻ പറ്റത്തില്ല എന്ന് നിങ്ങളുടെ ഉള്ളു പറയുമ്പോഴും നിങ്ങൾ എന്താ ആവർത്തിക്കണം? ലൂക്ക 1:37 എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. എത്ര പ്രാവശ്യം പറയണം? എപ്പോൾ വരെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പവർ വരുന്നോ? പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ ഒരു മസിലൊക്കെ വളർത്തണ്ടേ നമ്മൾ? ഹലോ, വേണോ? ആത്മീയതയുടെ മസിൽ വളർത്തണം നമ്മൾ. എപ്പോഴും ആത്മീയതയുടെ മസിലൊക്കെ ഒന്ന് ഉറക്കുന്നത്? ഇത് ഉള്ളിൽ കയറണം. അതിനാവശ്യമായ ഔഷധക്കൂട്ട് ഉള്ളിൽ കയറണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് പറയേണ്ട വചനം എന്താണ്? ലൂക്ക 1:45 കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താണ് കർത്താവ് അരുളി ചെയ്തത്? ഒരുപാട് വാഗ്ദാനം, 8000-ലധികം വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടി? നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും നിന്റെ മക്കൾക്കും വേണ്ടി. ഒരെണ്ണമെങ്കിലും നിനക്കറിയാവോ? 8000-ലധികം വാഗ്ദാനങ്ങൾ ചുമക്കാൻ തുടങ്ങിയിട്ട് 40-50 വർഷങ്ങളായി. ഇതുവരെയും എൻ്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം എന്താണെന്ന് ഞാൻ അജ്ഞയാണെങ്കിൽ ദൈവത്തിനു മുൻപിൽ മാപ്പിരക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് പറയണം, ലൂക്ക 18:27 എന്താണ്? ലൂക്ക 18:27 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് പറയാനുള്ള വചനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പറയാമോ? ഒരു ഹോംവർക്ക് ആയിട്ട് 3 വചനം കൊണ്ട്. പെനുവേൽ കൺവെൻഷൻ കഴിഞ്ഞ് മമ്മി എന്തൊക്കെയായിട്ടാണ് ഇന്ന് വീട്ടിൽ വന്നേക്കുന്നത്? മമ്മി 2 പരിപ്പോടെ വാങ്ങിച്ചോണ്ട് പോയാൽ പോരാ. എന്തുമായിട്ട് പോകണം? ദൈവവചനത്തിന്റെ കനത്ത അഭിഷേകം ചുമന്നുകൊണ്ട് വേണം പോകാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഒരു 5 പ്രാവശ്യം നിങ്ങളുടെ വീട് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പിൽ നിന്നും ഈ വചനങ്ങൾ അങ്ങ് ഉച്ചരിച്ചാൽ, ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഒരു പൈശാചിക അടിമത്തങ്ങളും ആ കുടുംബത്തിൽ തങ്ങി നിൽക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 വേദവാക്യങ്ങളും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ദേശത്തും വിദേശത്തുമായിരിക്കുന്നവർക്കൊക്കെ ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവരോടും പ്രാർത്ഥിക്കാൻ പറയണം. നിന്റെ സന്തതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം എന്താ? 8000-ലധികം വാഗ്ദാനമുണ്ട്. നിന്റെ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഇന്ന് അവർ എന്തിനെങ്കിലുമൊക്കെ അടിമപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ അധരം തുറന്ന് ദൈവവചനം നിങ്ങൾ ആവർത്തിക്കണം. എന്താണ് നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 9-ാം വചനം. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, യെശയ്യാ 61:9 നിന്റെ പിൻതലമുറ ജനതകളുടെ ഇടയിലും നിന്റെ സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. നിന്റെ പിൻതലമുറ ജനതകളുടെ ഇടയിലും നിന്റെ സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതരായ ജനമെന്ന് അവരെ കാണുന്നവർ പറയും. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്താ മക്കളെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? നിന്റെ സന്തതി എന്ത് ചെയ്യുന്ന പറഞ്ഞു? നിന്റെ പിൻതലമുറ ജനതകൾക്കിടയിലും നിന്റെ സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് അവരെ കാണുന്നവർ പറയുന്നു. ഇതൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇതൊക്കെ മാംസം ധരിക്കത്തക്ക വിധം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അത്രയും നന്മ നിറഞ്ഞ മറിയുമോ എത്രയും ദയുള്ള മാതാവൊക്കെ ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചേ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ഹല്ലേലൂയ.
നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എല്ലാം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇരുന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ. എഫേസ്യസ് ലേഖനം 2:10 കർത്താവ് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക? നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നമ്മൾ ഓരോരുത്തരും ആരാണ്? ദൈവത്തിൻ്റെ കരവേല. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണ്? നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ. എന്നാൽ പിശാചിൻ്റെ ഒരു കെണിയാണ് ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം.